ജോഗ്രഫി ക്ലാസ്സസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഓഷ്യനോഗ്രഫി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഷ്യൻ വാട്ടർ മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓഷ്യൻ വാട്ടർ മൂവ്മെൻറ്റ്സ്. ഓഷ്യൻ്റെ ഉള്ളിൽ വാട്ടർ എന്തൊക്കെ ടൈപ്പിലാണ് മൂവ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഓഷ്യൻ വാട്ടർ മൂവ്മെൻറ്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 3 ടൈപ്പ് ഓഷ്യൻ വാട്ടർ മൂവ്മെൻ്റ് ആണ് ഓഷ്യനിൽ നടക്കുന്നത്. അതിന് നമ്മൾ വേവ്സ്, ടൈഡ്സ് ആൻഡ് ഓഷ്യൻ കറൻറ്റ്സ് എന്ന് വിളിക്കും, അല്ലേ? വേവ്സ് തിരമാലകൾ, ടൈഡ്സ് വേലിയേറ്റവും വേലിയിറക്കവും, ഓഷ്യൻ കറൻറ്റ്സ് ജലപ്രവാഹങ്ങൾ, സമുദ്ര ജലപ്രവാഹങ്ങൾ. അപ്പോൾ ഇതാണ് 3 ഓഷ്യൻ വാട്ടർ മൂവ്മെൻറ്റ്സ്: വേവ്സ്, ടൈഡ്സ് ആൻഡ് ഓഷ്യൻ കറൻറ്റ്സ്. ഇനി ഓരോന്നും എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേവ്സ്. എന്താണ് വേവ്സ് എന്ന് പറയുന്നത്? വേവ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എനർജിയാണ് വിച്ച് മൂവ്സ് അക്രോസ് ദി ഓഷ്യൻ. ഓഷ്യന് മുകളിലൂടെ മൂവ് ചെയ്യപ്പെടുന്ന എനർജിയാണ് വേവ്സ് എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? വിൻഡാണ് ഈ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിൻഡാണ് ഈ എനർജി ഓഷ്യന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വിൻഡ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ഓഷ്യൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വളരെ കുറവാണ്. ഓഷ്യൻ്റെ മുകളിൽ ഫ്രിക്ഷൻ കുറവാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് ഓഷ്യൻ്റെ മുകളിൽ ഫ്രിക്ഷൻ കുറവാണെങ്കിൽ ഓഷ്യന് മുകളിൽ അടിക്കുന്ന വിൻഡിന് ഫോഴ്സ് കൂടുതലായിരിക്കും. സ്ട്രോങ് വിൻഡ്സ് ആയിരിക്കും ഓഷ്യന് മുകളിൽ അടിക്കുന്നത്. സ്ട്രോങ് വിൻഡായിരിക്കും ഓഷ്യന് മുകളിൽ അടിക്കുന്നത്. ഇത് ഓഷ്യൻ വാട്ടറിനെ അപ്ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ വാട്ടറിനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് അത് വേവ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയുന്നതിനനുസരിച്ച് വിൻഡിൻ്റെ സ്പീഡ് കൂടും. ഓഷ്യൻ സർഫസിൽ ഫ്രിക്ഷൻ കുറവാണ്, സ്വാഭാവികമായിട്ടും വിൻഡിന് ഫോഴ്സ് കൂടും. സ്ട്രോങ് വിൻഡായിരിക്കും ഓഷ്യൻ സർഫസിൽ ഉണ്ടാവുക. ഈ സ്ട്രോങ് വിൻഡ്സ് ഓഷ്യൻ്റെ സർഫസിലുള്ള വാട്ടറിനെ എന്ത് ചെയ്യും? വാട്ടറിനെ അപ്ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? തിരമാലകൾ ഉണ്ടാവുന്നത്. ഇനി നമ്മളോട് സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ലാർജസ്റ്റ് വേവ്സ് എവിടെയാണ് കാണുന്നത്? ലാർജസ്റ്റ് വേവ്സ് കാണുന്നത് ഓപ്പൺ ഓഷ്യനിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്ട്രോങ് വിൻഡ്സ് അല്ലെങ്കിൽ ശക്തമായ കാറ്റുകളാണ് തിരമാലകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വിൻഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് വേവ്സിൻ്റെ വലിപ്പം കൂടും. അപ്പോൾ ലാർജസ്റ്റ് വേവ്സ് ഉണ്ടാകുന്നത് ഓപ്പൺ ഓഷ്യനിലാണ്, കാരണം വിൻഡിന് സ്ട്രെങ്ത് കൂടുതൽ ഓപ്പൺ ഓഷ്യനിലാണ്. ഇനി രണ്ടാമത്തെ കാര്യം വേവിൻ്റെ സ്പീഡാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ വേവ്സിൻ്റെ നോക്കുന്നത്. ഒന്ന് വേവിൻ്റെ സൈസ്, 2 വേവിൻ്റെ സ്പീഡ്. ഞാൻ പറഞ്ഞു, വേവിന് സൈസ് കൂടുതൽ ഓപ്പൺ ഓഷ്യനിലാണ്. ഓപ്പൺ ഓഷ്യനിലാണ് വേവിന് സൈസ് കൂടുതൽ. ഇനി സ്പീഡ് കൂടുതൽ എവിടെയാണ്? ഓപ്പൺ ഓഷ്യനിലാണോ അതോ കോസ്റ്റൽ ഏരിയാസിലാണോ? നമ്മൾ പറഞ്ഞു വേവിന് സൈസ് കൂടുതൽ ഓപ്പൺ ഓഷ്യനിലാണ്. അതുപോലെ തന്നെ വേവിന് സ്പീഡ് കൂടുതലും ഓപ്പൺ ഓഷ്യനിലാണ്. സ്പീഡ് കൂടുതലും ഓപ്പൺ ഓഷ്യനിലാണ്. അത് കരയോടടുക്കും തോറും ഫ്രിക്ഷൻ അനുഭവപ്പെടും അതിന്. അതുകൊണ്ട് തന്നെ സ്പീഡ് കുറയും. അപ്പോൾ വേവ് ലാൻഡിലോട്ട് അപ്രോച്ച് ചെയ്യുന്തോറും വേവിന് ഫ്രിക്ഷൻ അനുഭവപ്പെടും. അങ്ങനെ ഫ്രിക്ഷൻ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ വേവിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? വേവ് എന്ന് പറയുന്നത് എനർജിയാണ്. ആരാണ് ഈ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്? വിൻഡാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഷ്യൻ സർഫസിൽ വിൻഡിൻ്റെ സ്പീഡ് കൂടുതലാണ്, കാരണം ഫ്രിക്ഷൻ കുറവാണ്.
അപ്പോൾ വിൻഡ് സ്ട്രോങ് വിൻഡ് ആയതുകൊണ്ട് തന്നെ അത് വാട്ടറിനെ അപ്ലിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് വേവ്സ് ജനറേറ്റ് ചെയ്യപ്പെടുക. ഇനി ലാർജ് വേവ്സ് എവിടെയാണ് കാണുന്നത്? ലാർജ് വേവ്സ് ഓപ്പൺ ഓഷ്യനിലാണ് കാണുന്നത്. എന്തുകൊണ്ട്? ഓപ്പൺ ഓഷ്യനിലാണ് വിൻഡിന് സ്ട്രെങ്ത് കൂടുതൽ. ഇനി വേവ്സിൻ്റെ സ്പീഡ് കോസ്റ്റൽ ഏരിയാസിനോട് അടുക്കുന്തോറും, ലാൻഡിലോട്ട് അപ്രോച്ച് ചെയ്യുന്തോറും വേവിൻ്റെ സ്പീഡ് കുറയുന്നു. കാരണം എന്താണ്? കാരണം ഫ്രിക്ഷൻ കൂടി വരുന്നു. അതുകൊണ്ടാണ് ലാൻഡ് ഏരിയയിലോട്ട് അടുക്കുന്തോറും വേവിൻ്റെ സ്പീഡ് കുറയുന്നത്. ഇനി നമ്മളെല്ലാവരും ബീച്ചിൽ പോയി നിൽക്കാറുണ്ട്. ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് വേവ് ബ്രേക്ക് ചെയ്യുന്നത്. നമ്മുടെ കരയോട് അടുക്കുന്നതിന് കുറച്ച് മുൻപായി തന്നെ വേവ് ഇല്ലാതെയാവും, വേവ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് വേവ് ബ്രേക്ക് ചെയ്യുന്നത്? വേവ് ബ്രേക്ക് ചെയ്യുന്നത് വാട്ടറിൻ്റെ ഡെപ്ത് വേവ് ലെങ്ത്തിൻ്റെ പകുതിയേക്കാൾ കുറയുമ്പോൾ, അതായത് വേവ് ലെങ്ത്തിൻ്റെ പകുതിയേക്കാൾ കുറവാണ് വാട്ടറിൻ്റെ ഡെപ്ത് എങ്കിൽ, ഓഷൻ്റെ ഡെപ്ത് എങ്കിൽ അവിടെ വെച്ച് വേവ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്താണ് വേവ് ലെങ്ത്ത്? ഇതിപ്പോൾ 2 വേവ്സ് ആണെങ്കിൽ ആ 2 വേവിൻ്റെ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളെയാണ് വേവ് ക്രസ്റ്റ് എന്ന് പറയുക. വേവ് ക്രസ്റ്റ് എന്ന് പറയുന്നത് വേവിൻ്റെ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇനി വേവിൻ്റെ താഴ്ന്നിരിക്കുന്ന ഭാഗങ്ങളെയാണ് വേവിൻ്റെ ട്രഫ് എന്ന് പറയുക. വേവിൻ്റെ ട്രഫ് എന്ന് പറയുന്നത് വേവിൻ്റെ താഴ്ന്നിരിക്കുന്ന ഭാഗങ്ങളെയാണ്. അപ്പോൾ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ വേവ് ലെങ്ത്ത് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഈ വേവ് ലെങ്ത്ത് വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഓഷ്യൻ്റെ ഡെപ്ത് അതാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വേവ് ലെങ്ത്തിൻ്റെ പകുതിയേക്കാൾ കുറയണം എന്ത്? വാട്ടറിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഓഷ്യൻ്റെ ഡെപ്ത്. എവിടെ വെച്ചാണോ വേവ് ലെങ്ത്തിൻ്റെ പകുതിയേക്കാൾ കുറവ് ഓഷ്യന് ആഴം വരുന്നത് അവിടെ വെച്ചായിരിക്കും വേവ് ബ്രേക്ക് ചെയ്യുക. കാരണം നമുക്കറിയാം വേവ്സ് ലാൻഡിലോട്ട് അടുക്കുന്തോറും ഓഷ്യൻ്റെ ആഴം കുറഞ്ഞു വരും. വേവ് ലാൻഡിലോട്ട് അപ്രോച്ച് ചെയ്യുന്തോറും എന്ത് സംഭവിക്കും? ആ ഓഷ്യൻ്റെ ഡെപ്ത് കുറഞ്ഞു വരും. അപ്പോഴാണ് വേവ് ബ്രേക്ക് ചെയ്യുന്നത്. ഇനി ഒരു വേവിൻ്റെ സൈസും ഷേപ്പും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതെവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന്. വേവ് സൈസ് ആൻഡ് ഷേപ്പ് റിവീൽസ് ഇറ്റ്സ് ഒറിജിൻ. വേവിൻ്റെ സൈസും ഷേപ്പും കണ്ടു കഴിഞ്ഞാൽ അതെവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യങ് ആയിട്ടുള്ള വേവ്സ്, സ്റ്റീപ്പായിട്ടുള്ള വേവ്സ് അത് മിക്കവാറും ലോക്കൽ ഏരിയാസിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത്. അതുണ്ടാവാനുള്ള കാരണം ലോക്കൽ വിൻഡ്സ് ആയിരിക്കും. അപ്പോൾ സ്റ്റീപ്പായിട്ടുള്ളതും യങ് ആയിട്ടുള്ള വേവ്സും ഉണ്ടാവുന്നത് ലോക്കൽ ഏരിയാസിൽ നിന്നായിരിക്കും, ലോക്കൽ വിൻഡ് കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സ്ലോ ആൻഡ് സ്റ്റഡി വേവ്സ്, സ്ലോ ആയിട്ടുള്ളതും സ്റ്റഡി ആയിട്ടുള്ള വേവ്സും ഉണ്ടാവുന്നത് ഒരുപാട് അകലെ നിന്ന് ആയിരിക്കും. അത് മിക്കവാറും മറ്റ് ഹെമിസ്ഫിയറിൽ നിന്നായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യയിൽ കാണുന്ന സ്ലോ ആൻഡ് സ്റ്റഡി വേവ്സ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക ഭാഗങ്ങളിൽ നിന്നായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വേവിൻ്റെ സൈസ് ഷേപ്പും കണ്ടാൽ അതെവിടെ നിന്ന് ഉണ്ടായി എന്ന് പറയാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു സ്റ്റീപ്പ് വേവ്സ് ആണെങ്കിൽ അത് ലോക്കൽ ഏരിയയിൽ നിന്നുണ്ടാവുന്നതാണ്, അത് ലോക്കൽ വിൻഡ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. എന്നാൽ സ്ലോ ആൻഡ് സ്റ്റഡി വേവ്സ് ആണെങ്കിൽ അത് മറ്റേ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വേവ്സിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്രസ്റ്റും ട്രഫും. ഞാൻ പറഞ്ഞു ഒരു വേവിൻ്റെ ഉയർന്നിരിക്കുന്ന ഭാഗം അതിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വേവിൻ്റെ താന്നിരിക്കുന്ന ഭാഗം അതിനെയാണ് ട്രഫ് എന്ന് പറയുന്നത്. ഇനി 2 വേവിൻ്റെ ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം അതിനെയാണ് വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2 വേവിൻ്റെ ട്രഫുകൾ തമ്മിലുള്ള അകലത്തിനെയാണ് വേവ് ലെങ്ത്ത് എന്ന് പറയുക. ഇനി വേവ് ഹൈറ്റ്. എന്താണ് വേവ് ഹൈറ്റ്? അതായത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും തമ്മിലുള്ള
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിനെയാണ് വേവ് ഹൈറ്റ് എന്ന് പറയുക. വേവ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി വേവ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദി വേവ് ഹൈറ്റ്, അതിനെയാണ് വേവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഹാഫ് ഓഫ് ദി വേവ് ഹൈറ്റ്, അതാണ് വേവ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. വേവിൻ്റെ ഉയർന്നിരിക്കുന്ന ഭാഗം ക്രസ്റ്റ്, താഴ്ന്നിരിക്കുന്ന ഭാഗം ട്രഫ്, രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം വേവ് ലെങ്ത്, അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള അകലം വേവ് ലെങ്ത്. ഇനി ഒരു ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വേവ് ഹൈറ്റ്. വേവ് ഹൈറ്റിൻ്റെ പകുതിയെയാണ് വേവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് വേവ് പീരിയഡ്. എന്താണ് വേവ് പീരിയഡ് എന്ന് പറയുന്നത്? ഒരു ക്രസ്റ്റ് ഉണ്ടായി അടുത്ത ക്രസ്റ്റ് ഉണ്ടാവാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു വേവ് ക്രസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു വേവ് ട്രഫ്സ്. അതിനെയാണ് വേവ് പീരിയഡ് എന്ന് പറയുന്നത്. പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈം ബിറ്റ്വീൻ ടു ക്രസ്റ്റ് ഓർ ടൈം ബിറ്റ്വീൻ ടു ട്രഫ്. ഇനി വേവ് സ്പീഡ്. വേവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് വിത്തിൻ എ പർട്ടിക്കുലർ ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരം, അതിനെയാണ് വേവ് സ്പീഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ വേവ് ഫ്രീക്വൻസി. എന്താണ് വേവ് ഫ്രീക്വൻസി? ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോകുന്ന ക്രസ്റ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ട്രഫുകളുടെ എണ്ണം. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോകുന്ന ക്രസ്റ്റുകളുടെ എണ്ണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോകുന്ന ട്രഫുകളുടെ എണ്ണം, അതിനെയാണ് വേവ് ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പോൾ ദീസ് ആർ ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്. എന്തൊക്കെയാണ് വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, വേവ്, ക്രസ്റ്റ് ആൻഡ് ട്രഫ്. വേവിൻ്റെ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്ന ഭാഗത്തിന് ക്രസ്റ്റ് എന്ന് പറയും, താഴോട്ടിരിക്കുന്ന ഭാഗത്തിന് ട്രഫ് എന്ന് പറയും. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് ട്രഫ് ഈസ് നോൺ ആസ് വേവ് ഹൈറ്റ്. ഇനി വേവ് ഹൈറ്റിൻ്റെ പകുതിയാണ് വേവ് ആംപ്ലിറ്റ്യൂഡ്. ഇനി ഒരു ക്രസ്റ്റ് ഉണ്ടായി അടുത്ത ക്രസ്റ്റ് ഉണ്ടാവാനെടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു ട്രഫ് ഉണ്ടായി അടുത്ത ട്രഫ് ഉണ്ടാവാനെടുക്കുന്ന സമയം, അതിനെയാണ് വേവ് പീരിയഡ് എന്ന് പറയുന്നത്. ദെൻ വേവ് ലെങ്ത്, the distance between two wave crust or distance between wave troughs. അതായത് രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള അകലം, അതിനാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് സ്പീഡ്, ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഒരു വേവ് എത്ര ദൂരം സഞ്ചരിക്കുന്നു, അതാണ് വേവ് സ്പീഡ്. വേവ് ഫ്രീക്വൻസി, ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എത്ര നമ്പർ ഓഫ് ക്രസ്റ്റുകൾ കടന്നു പോകുന്നു അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ട്രഫുകൾ കടന്നു പോകുന്നു, അതാണ് വേവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വേവിൽ വാട്ടർ മൂവ് ചെയ്യുന്നത് സർക്കുലർ മോഷനിലാണ്. അറിഞ്ഞിരിക്കണം, വേവിൽ വാട്ടർ മൂവ് ചെയ്യുന്നത് സർക്കുലർ മോഷനിലാണ്. ഇനി വേവ് കരയോടടുക്കുന്തോറും ഇത് എലിപ്റ്റിക്കലായി മാറിക്കൊണ്ടിരിക്കും. സർക്കുലർ ആയിരുന്ന സാധനം പയ്യെ പയ്യെ എലിപ്റ്റിക്കലായി മാറിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്വാഷും ബാക്ക് വാഷും. എന്താണ് സ്വാഷ്? വേവ്സ് ലാൻഡിലോട്ടടിക്കുമ്പോൾ വെള്ളം കയറുന്ന പ്രോസസ്സിനെയാണ് സ്വാഷ് എന്ന് പറയുന്നത്. സ്വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ്സ് അടിക്കുമ്പോൾ വെള്ളം ലാൻഡിലോട്ട് കയറുന്ന പ്രോസസ്സാണ് സ്വാഷ്. ഇനി തിരിച്ച് തിരമാല ഇറങ്ങിപ്പോകുമ്പോൾ, തിരിച്ച് വേവ്സ് ഇറങ്ങിപ്പോകുമ്പോൾ ആ വെള്ളം തിരിച്ചു പോകുന്ന പ്രോസസ്സാണ് ബാക്ക് വാഷ്. ബാക്ക് വാഷ് എന്ന് പറഞ്ഞാൽ തിരിച്ച് വെള്ളം പോകുന്ന പ്രോസസ്സിനെയാണ് ബാക്ക് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ വേവ്സിനുള്ളിൽ വാട്ടർ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? വേവ്സിനുള്ളിൽ വാട്ടർ മൂവ് ചെയ്യുന്നത് സർക്കുലാർ മോഷനിലാണ്. എന്ത് മോഷനിലാണ്? സർക്കുലാർ മോഷനിലാണ്. വേവ്സ്
ലാൻഡിനോട് അടുക്കുന്തോറും അത് എലിപ്റ്റിക്കൽ മാനറിലോട്ട് മാറിക്കൊണ്ടിരിക്കും. ഇനി വേവ്സ് കരയിലോട്ട് കയറുമ്പോൾ, വെള്ളം കരയിലോട്ട് കയറുന്നതിനെയാണ് സ്വാഷ് എന്ന് പറയുന്നത്. ഇനി വേവ്സ് കരയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ, വെള്ളം തിരിച്ച് കടലിലോട്ട് ഇറങ്ങുന്നതിനെയാണ് ബാക്ക് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു പിക്ചറിൽ ഇതിൽ നിങ്ങൾക്ക് കാണാം, ആ യെല്ലോ കളറിലെ ഡോട്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വാട്ടർ മോളിക്യൂൾസിനെയാണ്. ഇവിടെ വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് റൗണ്ടിലാണ് ഇവിടെ വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. അതാണ് റൗണ്ടിൽ കാണിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ. അതായത് വിൻഡ് വീശുന്നു, വിൻഡ് വീശിക്കഴിയുമ്പോൾ വാട്ടർ അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും. ഈ വെള്ളം അപ്ലിഫ്റ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഗ്രാവിറ്റി കാരണം വെള്ളം താഴോട്ടേക്ക് വീണ്ടും വരും. ഈ വെള്ളം താഴോട്ടേക്ക് വരുമ്പോൾ അടുത്ത വെള്ളം ഇവിടെ ഉണ്ടാവുമല്ലോ, ആ വെള്ളമാണ് ഉയരുന്നത് നെക്സ്റ്റ് ടൈം. ഈ തിരിച്ചു വന്ന വെള്ളം തിരിച്ച് പുറകിലോട്ടാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഒരു സ്ഥലത്ത് വിൻഡ് അടിക്കുമ്പോൾ വിൻഡ് എന്ത് ചെയ്യും? വിൻഡ് വെള്ളത്തെ അപ്ലിഫ്റ്റ് ചെയ്യും, വെള്ളത്തെ ഉയർത്തിക്കൊണ്ടുപോകും. അങ്ങനെ ഉയർന്നു വരുന്ന ആ വെള്ളം ഗ്രാവിറ്റി കാരണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴോട്ടേക്ക് വീഴും. ഇനി ഈ വെള്ളം താഴോട്ടേക്ക് വീണ് കഴിയുമ്പോൾ ഇത് താഴെ കിടക്കുന്ന വെള്ളത്തിന് ചെന്ന് പുഷ് ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് സെഗ്മെൻറ്റ് ഓഫ് വാട്ടറാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഉയർത്തപ്പെടുന്നത്. അതേസമയം താഴോട്ടേക്ക് വന്ന വെള്ളം തിരിച്ചു പുറകോട്ടാണ് പോകുന്നത്. വീണ്ടും അടുത്ത വെള്ളം ഉയർന്നു കഴിയുമ്പോൾ ഈ ഫോഴ്സ് കൊണ്ട് നെക്സ്റ്റ് വാട്ടർ പൊങ്ങും. അത് കഴിഞ്ഞ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് ഈ വാട്ടർ താഴോട്ടേക്ക് വരും. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് ഓഫ് വാട്ടർ പൊങ്ങും. അതേസമയം തിരിച്ചു വന്ന വാട്ടർ തിരിച്ച് ബാക്കോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വേവ്സിൽ വാട്ടർ മൂവ് ചെയ്യുന്നത് സർക്കുലാർ മോഷനിൽ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേവ്സിൽ വാട്ടർ മൂവ് ചെയ്യുന്നത് സർക്കുലാർ മോഷനിലാണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി സുനാമി വേവ്സ്. എന്താണ് സുനാമി എന്ന് പറയുന്നത്? സുനാമി എന്ന് പറയുന്നത് ഒരുതരം വേവാണ്. സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വേവ്സിനേക്കാളും സൈസ് കൂടിയ വേവ്സിനെയാണ് സുനാമി വേവ്സ് എന്ന് പറയുന്നത്. സുനാമീസ് ആർ giant waves caused by earthquake or volcanic eruptions under the sea. അതായത് സാധാരണ തിരമാലകളേക്കാൾ സൈസുള്ള വേവ്സിനെയാണ് സുനാമി എന്ന് പറയുന്നത്. സുനാമീസ് ആർ ജയന്റ് വേവ്സ്, വലിയ തിരകളാണ്. അത് ഉണ്ടാവുന്നത് വിൻഡ് കൊണ്ടല്ല. സാധാരണ വേവ്സ് ഉണ്ടാവുന്നത് വിൻഡ് കൊണ്ടാണ്, എന്നാൽ സുനാമി വേവ്സ് ഉണ്ടാവുന്നത് വിൻഡ് കൊണ്ടല്ല. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എർത്ത് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻസ് അണ്ടർ ദി സീ. സീക്ക് അടിയിൽ ഉണ്ടാവുന്ന എർത്ത് വോൾക്കാനിക് ഇറപ്ഷൻസും കൊണ്ടാണ് സുനാമി വേവ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാധാ വേവ്സിനെ വെച്ച് നോക്കുമ്പോൾ സുനാമി വേവ്സ് ജയന്റ് വേവ്സ് ആണ്. സാധാരണ വേവ്സ് ഉണ്ടാവുന്നത് വിൻഡ് കൊണ്ടാണ്. സുനാമി വേവ്സ് ഉണ്ടാവുന്നത് വിൻഡ് കൊണ്ടല്ല, എർത്ത് വോൾക്കാനിസം പോലുള്ള ആക്ടിവിറ്റീസും കൊണ്ടാണ്. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുനാമി എന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്. ഇതിൻ്റെ അർത്ഥം ഹാർബർ വേവ്സ് എന്നാണ്. കാരണം സുനാമി വരുന്നതിന് മുൻപ് കടൽ ഉള്ളിലോട്ട് വലിയും. അപ്പോൾ ഹാർബറിൻ്റെ അടിത്തട്ട് കാണാനായി സാധിക്കും. അതുകൊണ്ടാണ് സുനാമി വേവ്സിന് ആ പേര് നൽകിയിരിക്കുന്നത്. അതൊരു ജാപ്പനീസ് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഹാർബർ വേവ്സ് എന്നാണ്. ഇനി എന്തുകൊണ്ടാണ് സുനാമി ഉണ്ടാകുന്നത്? കോസസ് ബിഹൈൻഡ് സുനാമി. സുനാമി ഉണ്ടാകുന്നത് പ്രധാനമായും 4 കോസസ് കൊണ്ടാണ്, 4 റീസൺസ് കൊണ്ടാണ്. 1 എർത്ത് കടലിനടിയിലുണ്ടാകുന്ന എർത്ത് 2 കടലിനടിയിലുണ്ടാകുന്ന വോൾക്കാനിസംസ്, 3 ലാൻഡ് സ്ലൈഡ്സ്. കടലിനടിയിൽ എവിടെയാണ് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുക? സാധാരണയായി കടലിനടിയിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നത് കോണ്ടിനെൻ്റൽ സ്ലോപ്സിലാണ്. അപ്പോൾ കോണ്ടിനെൻ്റൽ സ്ലോപ്സിൽ ഉണ്ടാവുന്ന ലാൻഡ് സ്ലൈഡ്സ്. ദെൻ മീറ്റിയോർ ഇമ്പാക്റ്റ്, കടലിനുള്ളിൽ എവിടെയെങ്കിലും മീറ്റിയോർസ് വന്ന് വീഴുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് സുനാമി വേവ്സിൻ്റെ കോസസ് എന്ന് പറയുന്നത്. 1 ഞാൻ പറഞ്ഞു എർത്ത് 2 വോൾക്കാനിസം, ദെൻ ലാൻഡ് സ്ലൈഡ്സ് അറ്റ് ദി കോണ്ടിനെൻ്റൽ സ്ലോപ്സ്, ദെൻ മീറ്റിയോർ ഇമ്പാക്ട്സ്. ദീസ് ആർ ദ കോസസ് ബിഹൈൻഡ് സുനാമി വേവ്സ്. ഇനി സുനാമി എന്ന് പറയുമ്പോൾ
നമ്മൾ പറഞ്ഞു ജയൻ വേവ്സ് ആണ്. അതുപോലെ തന്നെ സുനാമി എന്ന് പറയുന്നത് ഒരൊറ്റ വേവ് അല്ല, അതറിഞ്ഞിരിക്കണം. സുനാമി ഉണ്ടാകുന്ന സമയത്ത് ഒന്നിലധികം വേവ്സ് ഉണ്ടാവുന്നുണ്ട്. അതൊറ്റ വേവ് അല്ല, ഒന്നിലധികം വേവ്സ് ഉണ്ടാവുന്നുണ്ട്. ഇനി എങ്ങനെയാണ് സുനാമി ഉണ്ടാവുന്നത്? അപ്പോൾ ഇതാണ് കോസസ് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് സുനാമി ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ലോജിക്കലി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക, ആ പാത്രം നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കുക, ഷെയ്ക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാം പാത്രത്തിലെ വെള്ളം മൊത്തം പുറകോട്ടൊന്ന് ഉൾവലിയും. അതിനുശേഷം മൊത്തമായിട്ട് ആ വെള്ളം നല്ല ഫോഴ്സിൽ ഫ്രണ്ടിലോട്ട് പാത്രം കടന്ന് തുളുമ്പിപ്പോവും. ഇതേ പ്രോസസ്സാണ് സുനാമിയിൽ നടക്കുന്നത്. അതായത് നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പാത്രം ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വാട്ടർ മൊത്തം പുറകോട്ടൊന്ന് ഉൾവലിയും. അതിനുശേഷം മൊത്തമായിട്ട് ഫുൾ ഫോഴ്സോടുകൂടി ആ വെള്ളം ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ പ്രോസസ്സാണ് സുനാമിയിലും നടക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, സുനാമി വേവ്സിന് സൈസ് കൂടുതൽ എവിടെയാണ്? ഓപ്പൺ ഓഷ്യനിലാണോ കോസ്റ്റൽ ഏരിയാസിലാണോ? സുനാമി വേവ്സിന് ഹൈറ്റ് കൂടുതൽ കോസ്റ്റൽ ഏരിയാസിലാണ്. നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം എടുക്കുമ്പോൾ ആ പാത്രത്തിൽ വെള്ളം പുറകോട്ട് പോയിട്ട് ഫുൾ ഫോഴ്സോട് കൂടി മുമ്പോട്ട് വരും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് സുനാമിയിലും. സുനാമി വേവ്സിന് സൈസ് കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കൂടുതൽ കോസ്റ്റൽ ഏരിയാസിലാണ്. എന്നാൽ ഓപ്പൺ ഓഷ്യനിൽ അതിന് ഹൈറ്റ് കുറവാണ്. അത് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്പീഡ്. സുനാമി വേവ്സിന് സ്പീഡ് കൂടുതൽ എവിടെയാണ്? സുനാമി വേവ്സിന് സ്പീഡ് കൂടുതൽ ഓപ്പൺ ഓഷ്യനിലാണ്. കാരണം കോസ്റ്റൽ ഏരിയയിലോട്ട് അടുക്കുന്തോറും ഫ്രിക്ഷൻ കാരണം അതിൻ്റെ സ്പീഡ് കുറയുന്നു. അപ്പോൾ സുനാമി വേവ്സിന് സൈസ് കൂടുതലും ഓപ്പൺ ഓഷ്യനിലാണ്. സുനാമി വേവിന് സ്പീഡ് കൂടുതലും ഓപ്പൺ ഓഷ്യനിലാണ്. എന്നാൽ സാധാരണ വേവ്സിന് സൈസ് കൂടുതൽ ഓപ്പൺ ഓഷ്യനിലാണ്, എന്നാൽ സ്പീഡ് കൂടുതൽ എവിടെയാണ്? ഓപ്പൺ ഓഷ്യനിലാണ്. ഓക്കെ, അപ്പോൾ സുനാമി വേവ്സിന് സ്പീഡ് കൂടുതൽ ഓപ്പൺ ഓഷ്യനിലാണ്, പക്ഷേ സൈസ് കൂടുതൽ കോസ്റ്റൽ ഏരിയാസിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് സുനാമി വേവ്സിന് ഹൈറ്റ് കൂടുതൽ കോസ്റ്റൽ ഏരിയാസിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. സുനാമി വേവ്സിന് സൈസ് കൂടുതൽ കോസ്റ്റൽ ഏരിയാസിലാണ്, എന്നാൽ സാധാ വേവ്സിന് സൈസ് കൂടുതൽ ഓപ്പൺ ഓഷ്യനിലാണ്. സുനാമി വേവ്സിന് സ്പീഡ് കൂടുതൽ ഓപ്പൺ ഓഷ്യനിലാണ്, സാധാ വേവ്സിനും സ്പീഡ് കൂടുതൽ ഓപ്പൺ ഓഷ്യനിൽ ആണ്. കാരണം എന്താ? ഫ്രിക്ഷൻ കുറവ് ഓപ്പൺ ഓഷ്യനിലാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ വേവ്സും സുനാമി വേവ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേവ്സിനെ കുറിച്ച് നോക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് നോക്കാം. അപ്പോൾ പഠിപ്പിച്ചത് കൃത്യമായി പഠിക്കുക, അതിനുശേഷം വേവ്സ് കാണുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.